മതം മനുഷ്യനെ രണ്ടാക്കുകയും മദ്യം മനുഷ്യനെ ഒന്നാക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞതല്ല, ഗിരീഷ് ജനാർദ്ദനൻ തൻ്റെ പുസ്തകമായ മദ്യപാന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന പുസ്തകത്തിലെ വരികളാണ് ഇവ. സോഷ്യൽ ഡ്രിങ്കിങ് എന്നാണ് വിദേശ രാജ്യങ്ങളിൽ മദ്യപാനത്തെക്കുറിച്ച് പറയുക. ഒരു സാധാരണപ്പെട്ട മനുഷ്യന് സോഷ്യലി ഇടപഴകാൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ടാണ് മദ്യപാനത്തെ ആ നാട്ടുകാരൊക്കെ കാണുന്നത്. എന്നാൽ ഇങ്ങ് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ എത്തിയാൽ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് മദ്യപാനികളും മദ്യപാനവുമാണ് എന്നുള്ള തരത്തിലാണ് നാട്ടുകാരുടെയും സദാചാരവാദികളുടെയും ഒക്കെ കാഴ്ചപ്പാട്. ആയതുകൊണ്ടാണ് മദ്യനിരോധനം എന്ന് പറയുന്ന AK ആന്റണി തുടങ്ങി വെച്ച നടപടികൾക്ക് ഏറ്റവും അധികം കയ്യടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മദ്യനിരോധനത്തിലൂടെ എന്തു സംഭവിച്ചു എന്ന് ഗിരീഷ് ജനാർദ്ദനൻ പറയുന്നുണ്ട്. 12 രൂപയ്ക്ക് ജോലി ചെയ്തിരുന്ന ഒരു കൂലിത്തൊഴിലാളി 5 രൂപയ്ക്ക് പീടികക്കോളും സാധനങ്ങളും മറ്റ് ചിലവുകളും കഴിഞ്ഞ് 5 രൂപ തൻ്റെ സമ്പാദ്യത്തിനും കുറികൾക്കും നൽകി ബാക്കി 2 രൂപയ്ക്ക് സ്വസ്ഥമായി ചാരായ ഷാപ്പിൽ കയറി ചാരായം അടിച്ച് വീട്ടിൽ വന്ന് കിടന്നിറങ്ങിയിരുന്നു. എന്നാൽ മദ്യനിരോധനത്തോടു കൂടി ഈ മദ്യപാന്റെ ചാരായ ശീലം മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അത്ര വേഗമൊന്നും ശീലങ്ങളൊന്നും നിരോധിച്ചാൽ മാറ്റപ്പെടുകയില്ല എന്നതാണ് സത്യം. ആ മദ്യപാന്മാരൊക്കെ തൻ്റെ കൂലിപ്പൈസ മുഴുവനായി പിന്നീട് കണ്ണിക്കണ്ട ബാറുകളിലും ബാക്കിയുള്ള ബീവറേജ് ഷോപ്പുകളിലുമൊക്കെ കൊടുക്കേണ്ടി വന്നു. ബീവറേജ് ഷോപ്പിൻ്റെ കഥയൊക്കെ വളരെ രസകരമാണ്. ഏറ്റവും കൂടുതൽ കസ്റ്റമറോട് അനീതി കാണിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് ബീവറേജ് ഷോപ്പാണ്, മദ്യ വിൽപ്പനശാലകളാണ്, ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള മദ്യവിൽപ്പനശാലകൾ. ബാക്കിയുള്ള കൺസ്യൂമർ ഫെഡിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ വരുന്ന ഉപഭോക്താവിന് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകും. വെയിൽ കൊള്ളാതിരിക്കാനുള്ള സ്ഥലങ്ങളുണ്ടാകും. അങ്ങനെയുള്ള പല സൗകര്യങ്ങളും ഉണ്ടെങ്കിലും മദ്യപാന്മാർ കേരളത്തിൽ ഇന്നും 2ാം കിട പൗരന്മാരാണ്. അവർ എന്തു ചെയ്യുന്നു? പൊരി വെയിലത്ത് നിന്ന് മദ്യം വാങ്ങേണ്ടി വരും. ഏറ്റവും വില കൊടുത്ത് മദ്യം വാങ്ങേണ്ടി വരും. എല്ലാവിധ അപകടങ്ങളും മദ്യപാന്മാർക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവിധ ചൂഷണത്തിനും വിധേയമാകുന്ന ഒരു വർഗമുണ്ടെങ്കിൽ അതേതെന്ന് ചോദിച്ചാൽ മദ്യപാന്മാർ എന്നാണ്. വളരെ വലിയ ധൈര്യമാണ് ഗിരീഷ് ജനാർദ്ദനൻ എന്ന് പറയുന്ന വ്യക്തി മദ്യപാന്റെ മാനിഫെസ്റ്റോ എന്ന പുസ്തകം രചിച്ചതോടുകൂടി കാണിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആർക്കും വേണ്ടാത്ത മദ്യപാന്മാരുടെ വിഷയങ്ങളും കേരളത്തിൽ മദ്യപാന്മാർ നേരിടുന്ന ചൂഷണങ്ങളും വളരെ വ്യക്തവും ശക്തവുമായി ഗിരീഷ് ജനാർദ്ദനൻ തൻ്റെ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. മദ്യപാനികളെയും മദ്യപാനത്തെയും ഏറ്റവും വിപത്തായി കാണുന്ന എല്ലാ സദാചാരവാദികളും മദ്യപാന്മാരും വായിക്കുകയും ബോധവൽക്കരിക്കപ്പെടുകയും ചെയ്യേണ്ട പുസ്തകമാണ് മദ്യത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന പുസ്തകം. ഓർക്കുക, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്: മദ്യം ശരീരത്തിന് ഹാനികരമാണ്.